ഒന്നും സർക്കാരിന് ഏതെങ്കിലും വിധത്തിൽ. തിരുവനന്തപുരത്ത് കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ചുകൊണ്ട് ക്രിസ്ത്യൻ സഭകളുടെ സംയുക്ത പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടുള്ള സമ്മേളനം ആരംഭിച്ചിരിക്കുന്നു. രാജ്ഭവന് മുന്നിൽ തത്സമയം. ഇങ്ങനെ വിവിധ തലങ്ങളിൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന മിഷനറിമാർക്കെതിരെ ഈ അടുത്ത കാലത്ത് വളരെ നീചവും നിന്ദ്യവുമായ രീതിയിൽ ക്രൂരമായ ഇടപെടലുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെയൊക്കെ വളരെ വേദനിപ്പിക്കുന്നത് ഒരു കുറ്റവും ചെയ്യാത്ത രണ്ട് സന്യാസിനിമാരെ അന്യായമായ കുറ്റങ്ങൾ ചാർത്തി മതപരിവർത്തനം, അതുപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ മനുഷ്യക്കടത്ത് തുടങ്ങിയ വളരെ ഗൗരവമേറിയ കുറ്റങ്ങൾ ചാർത്തിയാണ് ഈ സഹോദരിമാരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനകം തന്നെ പല കോർണറുകളിൽ നിന്നും ഭരണ സംവിധാനത്തിൽ നിന്നൊക്കെ ഇത് ശരിയായ നടപടിയല്ല എന്നുള്ള അഭിപ്രായം വന്നു. യഥാർത്ഥത്തിൽ ഭരണകൂടം തീരുമാനിക്കുകയാണെങ്കിൽ ഒരു ഉത്തരവിലൂടെ ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ മുഴുവനും പിൻവലിക്കാൻ സാധിക്കും. ഈ സഹോദരിമാരെ അന്യായമായ തുറങ്കിൽ നിന്ന്, തടവറയിൽ നിന്ന് മോചിപ്പിക്കാൻ സാധിക്കും. അങ്ങനെ അന്യായമായ തടവറയും ഈ രാജ്യത്തിന്റെ ഭരണഘടന ഉയർത്തുന്ന ജനാധിപത്യ മതേതര മൂല്യങ്ങൾക്കൊക്കെ വിരുദ്ധമായി നടന്ന കയ്യേറ്റമാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ ധീരമായി പ്രതികരിക്കാതിരുന്നാൽ എന്തും ഈ രാജ്യത്ത് ആരോടും ചെയ്യാം എന്ന ഒരു സമീപനം വളർന്നു വരും. അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ നേരത്തെ അഭിവന്യ ക്രിസ്തുദാസ് പിതാവും അതോടൊപ്പം തന്നെ പിന്നാലെ സംസാരിക്കുന്ന അഭിവന്യ പിതാക്കന്മാരും ഒക്കെ സംസാരിക്കും. അതുകൊണ്ട് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. പക്ഷേ നമ്മുടെ നേരത്തെ ക്രിസ്തുദാസ് പിതാവ് വളരെ കൃത്യമായി പറഞ്ഞത്, കുറ്റം ചെയ്യാത്ത സന്യാസിനിമാരുടെ മേൽ ചുമർത്തിയിരിക്കുന്ന ഈ നടപടി പിൻവലിക്കണം. നടപടി പിൻവലിക്കുക എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന തുറങ്കിൽ നിന്ന് പുറത്തു കൊണ്ടുവരിക മാത്രമല്ല, ചാർജ് ചെയ്തിരിക്കുന്ന മുഴുവൻ കേസുകളും അന്യായമാണെന്ന് ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയും നമ്മുടെ നിയമവ്യവസ്ഥയും അനുവദിച്ചു നൽകുന്ന ആ ആനുകൂല്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ കേസിൽ നിന്ന് ഈ സഹോദരിമാരെ വിടുവിക്കാൻ സാധിക്കും. അത്തരം നടപടി ബഹുമാന്യനായ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും നമ്മുടെ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിയും അടിയന്തരമായി ഇടപെട്ട് ഈ രംഗത്ത് നടപടി ഉണ്ടാക്കണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. ഈ മനോഹരമായ കൂടിവരവില് എന്റെ ദൗത്യം ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നിങ്ങളെയൊക്കെ സ്വാഗതം ചെയ്യുകയാണ്. ഈ ജാഥ സംഘടിപ്പിക്കുവാനായിട്ട് മുന്നിൽ നിന്ന് എല്ലാ പ്രോത്സാഹനവും അതോടൊപ്പം തന്നെ എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകി ഇതിനോടൊപ്പം സഞ്ചരിക്കുന്ന അഭിവന്യ മോറോൻമോർ ബസേലിയോസ് ക്ലീമിസ് കാതോലിക്ക ബാബ, അദ്ദേഹം കേരള സംസ്ഥാനത്തിലെ KCBCയുടെ പ്രസിഡന്റാണ്. അതോടൊപ്പം തിരുവനന്തപുരം മലങ്കര മേജർ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പും കർദിനാളുമാണ്. അദ്ദേഹം ഈ ജാഥ സംഘടിപ്പിക്കുവാനായിട്ട് നൽകിക്കൊണ്ടിരിക്കുന്ന പിൻബലത്തെ നമ്മുടെ എല്ലാവരുടെയും പേരിൽ നന്ദിയോടുകൂടി അനുസ്മരിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാനായി അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇന്നലെ ഏകദേശം 11 മണിക്കാണ് ആദ്യത്തെ പ്രഥമ ചർച്ച നടക്കുന്നത്. അപ്പോൾ തന്നെ അഭിമന്യ തോമസ് ചെയിൻ പിതാവ് അദ്ദേഹം പൂർണ്ണ പിന്തുണ കൂടി വന്ന് എല്ലാവർക്കും നൽകി. ഇത് വളരെ ന്യായമായ ഒരു ആവശ്യത്തിന് വേണ്ടിയുള്ള നടപടിയാണ്. വളരെ ധീരമായി മുന്നോട്ട് പോകണം എന്ന് നമുക്ക് പിൻബലം നൽകുകയും ഇന്ന് ഈ ജാഥയുടെ മുന്നിൽ നിന്ന് തന്നെ നമ്മളെയൊക്കെ നയിക്കുകയും നമ്മളോട് സംസാരിക്കാനായിട്ട് ഇവിടെ സന്നിഹിതനാണ് തിരുവനന്തപുരം അതിരൂപത ആർച്ച് ബിഷപ്പ് മോസ്റ്റ് റെവറൻഡ് ഡോക്ടർ തോമസ് ചെയിൻ പിതാവിനെ നമ്മുടെ എല്ലാവരുടെയും പേരിൽ ഹാർദമായി സ്വാഗതം ചെയ്തു. ഈ സമ്മേളന വേദിയിൽ നമ്മളോടൊപ്പം സന്നിഹിതരായിരിക്കുന്നത് മർത്തോമ സഭയുടെ കൊല്ലം, തിരുവനന്തപുരം ഭദ്രാസനങ്ങളുടെ അധിപൻ അഭിവന്യ
ഐസക് മാർ ഫീലിക്സിനോസ് പിതാവാണ്. കന്യാസ്ത്രീകളുടെ അറസ്റ്റിനെ തുടർന്നുള്ള പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് തിരുവനന്തപുരം രാജ്ഭവനിലേക്ക് KCBC അധ്യക്ഷൻ മാർ ക്ലിമ്മിസിന്റെ നേതൃത്വത്തിൽ സംയുക്ത ക്രൈസ്തവ സഭകളുടെ പ്രതിഷേധവും മാർച്ചുമാണ് നമ്മൾ കണ്ടത്. നമ്മൾ അല്പസമയത്തിനകം ഈ വാർത്തയിലേക്ക് തന്നെ തിരിച്ചെത്താം, ഇടവേളയ്ക്ക് ശേഷം.